പ്രിയ സുഹൃത്തുക്കളെ, നമ്മുടെയൊക്കെ മനസ്സ് എപ്പോഴും പല ചിന്തകളിലേക്ക് അലഞ്ഞുതിരിയാറുണ്ട്. എന്നാൽ ഗൗതമബുദ്ധന്റെ ഉദാത്തമായ ദർശനങ്ങളുടെ വെളിച്ചത്തിൽ ഇങ്ങനെ ചിതറിപ്പോകുന്ന മനസ്സിനെ എങ്ങനെ പൂർണ്ണമായും നമ്മുടെ കൈപ്പിടിയിലൊതുക്കാം എന്ന് വ്യക്തമാക്കുന്ന 5 ശക്തമായ വഴികളാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടുന്നത്. നമ്മുടെ ജീവിതത്തിന്റെ ദിശ തന്നെ മാറ്റിമറിക്കാൻ പോന്ന ഈ അമൂല്യമായ അറിവുകൾ എന്തൊക്കെയാണെന്ന് തിരിച്ചറിയാൻ തീർച്ചയായും വീഡിയോയുടെ അവസാനം വരെ നിങ്ങൾ എന്നോടൊപ്പം ഉണ്ടാകണം. സ്വന്തം മനസ്സിനെ കീഴടക്കാൻ കഴിഞ്ഞവനാരോ അവൻ ഈ പ്രപഞ്ചത്തെ മുഴുവൻ ജയിച്ചവനാണെന്നാണ് ബുദ്ധൻ നമ്മെ പഠിപ്പിച്ചത്. പുറം ലോകത്ത് വിജയങ്ങൾ നേടുന്നതിനേക്കാൾ എത്രയോ മുകളിലാണ് നമ്മൾ നമ്മെത്തന്നെ ജയിക്കുക എന്നത്. നിങ്ങളുടെ മനസ്സ് നിങ്ങളുടെ പൂർണ്ണ നിയന്ത്രണത്തിലാണെങ്കിൽ ഈ ലോകത്ത് നിങ്ങൾക്ക് അസാധ്യമായി മറ്റൊന്നുമില്ല. ബുദ്ധന്റെ വാക്കുകളിൽ നമ്മുടെ ഏറ്റവും വലിയ പോരാട്ടം ഈ ബാഹ്യലോകത്തോടല്ല, മറിച്ച് നമ്മുടെ ഉള്ളിലെ സ്വന്തം ചിന്തകളോട് തന്നെയാണ്. പലപ്പോഴും നമ്മെ അലട്ടുന്ന ഭയവും ആകുലതകളും നിരാശയുമെല്ലാം നമ്മുടെ മനസ്സ് തന്നെ പണിതുയർത്തുന്ന വലിയ ചുവരുകളാണ്. നമ്മൾ തന്നെയാണ് ഈ ചിന്തകൾക്ക് ജന്മം നൽകുന്നതും അവയെ വളർത്തുന്നതും ഒടുവിൽ അതിന്റെ പേരിൽ സ്വയം വേദന അനുഭവിക്കുന്നതും. എന്നാൽ ഈ മാനസികാവസ്ഥയിൽ നിന്നുമൊരു മോചനം യഥാർത്ഥത്തിൽ സാധ്യമാണോ? ഭയത്തിന്റെയും ആശങ്കകളുടെയും വേരറുക്കാൻ തക്കവണ്ണം നമ്മുടെ മനസ്സിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ നമുക്ക് കഴിയുമോ? തീർച്ചയായും കഴിയും. അതുതന്നെയാണ് ഗൗതമബുദ്ധൻ ഈ ലോകത്തിന് കാണിച്ചു തന്ന ഏറ്റവും വലിയ പാഠം. യാതൊരുവിധ മാന്ത്രിക വിദ്യകളുടെയോ ബാഹ്യമായ ആർഭാടങ്ങളുടെയോ സഹായമില്ലാതെ കേവലം ചിന്തകളുടെ കരുത്തുകൊണ്ട് അദ്ദേഹം സ്വന്തം ജീവിതത്തിലെ ഭയത്തെയും ഉത്കണ്ഠകളെയും ഇല്ലാതാക്കുക മാത്രമല്ല ചെയ്തത്, പകരം ആയിരക്കണക്കിന് മനുഷ്യർക്ക് ശാന്തിയുടെയും സമാധാനത്തിന്റെയും ഒരു പുതിയ വഴി വെട്ടിത്തെളിച്ചു കൊടുക്കുകയും ചെയ്തു. നമ്മൾ എന്തിനാണ് ഇങ്ങനെ അനാവശ്യമായി ഓരോന്ന് ചിന്തിച്ചുകൂട്ടുന്നത്? ഇതിനുള്ള ഉത്തരം ഒളിഞ്ഞിരിക്കുന്നത് നമ്മുടെ തലച്ചോറിന്റെ സവിശേഷമായ ഘടനയിലാണ്. നമ്മുടെ ചിന്താമണ്ഡലം പ്രധാനമായും 2 ഭാഗങ്ങളായി തിരിഞ്ഞിരിക്കുന്നു. ഒന്ന്, നമ്മൾ ബോധപൂർവം കാര്യങ്ങൾ ചിന്തിക്കുന്ന ബോധമനസ്സും രണ്ടാമത്തേത് ഉള്ളറകളിൽ ഒളിഞ്ഞിരിക്കുന്ന ഉപബോധമനസ്സുമാണ്. ബോധമനസ്സ് ഓരോ നിമിഷവും എന്തെങ്കിലുമൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുമെങ്കിലും അതിന് കാര്യമായ ശക്തിയില്ല. എന്നാൽ ഭയം, ലജ്ജ, ദേഷ്യം, കുറ്റബോധം തുടങ്ങിയ വികാരങ്ങൾ തീവ്രമാകുമ്പോൾ അവ നേരിട്ട് ചെന്നെത്തുന്നത് ഉപബോധമനസ്സിലാണ്. ഉപബോധമനസ്സ് കൃത്യമായി പ്രവർത്തിക്കുന്ന ഒരു യന്ത്രം പോലെയാണ്. അതിന് സ്വന്തമായി യുക്തിയോ തിരിച്ചറിവോ ഇല്ല. അതിലേക്ക് നമ്മൾ എന്താണോ നൽകുന്നത് അത് മാത്രമത് ആവർത്തിച്ചുകൊണ്ടിരിക്കും. എനിക്കെന്തോ വലിയ തെറ്റുപറ്റി എന്ന് നിങ്ങൾ തുടർച്ചയായി വിചാരിച്ചാൽ ഉപബോധമനസ്സ് അതിനെ പരമമായ സത്യമായി സ്വീകരിക്കുകയും പിന്നീട് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും നിങ്ങളിൽ സംശയത്തിന്റെ വിത്തുകൾ പാകുകയും ചെയ്യും. ഇതിന്റെ ആഫ്റ്റർ ഇഫക്റ്റ് എന്താണെന്നറിയാമോ? ഒരു കാര്യം തുടങ്ങുന്നതിന് മുൻപ് തന്നെ എനിക്കിതിന് കഴിയുമോ എന്ന് നിങ്ങൾ സ്വയം സംശയിക്കാൻ തുടങ്ങും. 4 ആളുടെ മുന്നിൽ മനസ്സ് തുറന്ന് സംസാരിക്കാൻ ഭയം തോന്നും. മറ്റുള്ളവർ നമ്മളെക്കുറിച്ച് എന്ത് വിചാരിക്കുമെന്നോർത്ത് വ്യാകുലപ്പെടും. ഒരു തീരുമാനമെടുക്കാൻ മടി കാണിക്കും. എങ്ങാനും തെറ്റിപ്പോയാലോ എന്ന ചിന്ത നിങ്ങളെ എപ്പോഴും പിന്തിരിപ്പിക്കും. ഇവിടെ നിന്നാണ് അമിതചിന്തയുടെ വല്ലാത്തൊരു ചക്രവ്യൂഹം ആരംഭിക്കുന്നത്. ഈ ചിന്തകൾ പതുക്കെ നമ്മെ മാനസികമായി തളർത്തുകയും പ്രിയപ്പെട്ട ബന്ധങ്ങളിൽ വിള്ളലുകൾ വീഴ്ത്തുകയും ശരിയായ തീരുമാനങ്ങൾ വൈകിപ്പിക്കുകയും ചെയ്യും. എല്ലാത്തിലുമുപരി നമ്മൾ നമ്മുടെ തന്നെ ചിന്തകളുടെ തടവുകാരായി മാറിപ്പോകും. ബുദ്ധൻ പറഞ്ഞതുപോലെ നിങ്ങൾ എന്താണോ ചിന്തിക്കുന്നത് അതുതന്നെയായി നിങ്ങൾ മാറും. ഭയവും നിരാശയും നിറഞ്ഞ ചിന്തകളാണ് നിങ്ങളെ നയിക്കുന്നതെങ്കിൽ ജീവിതവും ആ ഭയത്താൽ മൂടപ്പെടും. അമിതമായി ചിന്തിക്കുന്നത് അത്രമേൽ അപകടകരമാണോ എന്ന് ചോദിച്ചാൽ അതെ എന്ന് തന്നെയാണ് ഉത്തരം. അത് നിങ്ങളുടെ സമാധാനപരമായ ഉറക്കം കെടുത്തും, നിങ്ങളുടെ ഉള്ളിലെ സർഗാത്മകതയെ നശിപ്പിക്കും, പ്രിയപ്പെട്ടവരുമായുള്ള ബന്ധങ്ങളിൽ അകലമുണ്ടാക്കും, ആത്മവിശ്വാസം പാടെ തകർത്തുകളയും. ഏറ്റവും ഭയാനകമായ കാര്യം അത് നിങ്ങളെ നിലവിലുള്ള ഈ മനോഹരമായ നിമിഷത്തിൽ നിന്നും അകറ്റി നിർത്തും എന്നതാണ്. നിങ്ങളിപ്പോൾ നിങ്ങളുടെ വീട്ടിൽ തികച്ചും സുരക്ഷിതമായി ഇരിക്കുകയായിരിക്കും. എന്നാൽ മനസ്സ് ഒന്നുകിൽ കഴിഞ്ഞുപോയ കാര്യങ്ങളുടെ സങ്കടത്തിലോ അല്ലെങ്കിൽ വരാനിരിക്കുന്ന നാളെയുടെ ആശങ്കകളിലോ ആയിരിക്കും. ജീവിതം എന്നത് ഇപ്പോൾ ഈ കാണുന്ന ജീവനുള്ള നിമിഷം മാത്രമാണ്. പക്ഷേ ഈ അമിതചിന്ത കാരണം നമുക്കത് ആസ്വദിക്കാൻ കഴിയാതെ പോകുന്നു. അങ്ങനെയെങ്കിൽ ആരാണ് അധികം ചിന്തിച്ചുകൂട്ടാതെ സമാധാനത്തോടെ ജീവിക്കുന്നത്? തങ്ങളിൽ പൂർണ്ണമായി വിശ്വസിക്കുന്നവരും തെറ്റുകളെ വെറുമൊരു പാഠമായി മാത്രം കണ്ട് തിരുത്താൻ ശ്രമിക്കുന്നവരുമാണവർ. അവർ തെറ്റുകളെ ഒരു വലിയ ശിക്ഷയായി കണ്ട് സ്വയം പീഡിപ്പിക്കാറില്ല. സ്വന്തം വികാരങ്ങളെ തിരിച്ചറിയുമെങ്കിലും അതിൽ ചെന്ന് വീഴാൻ അവർ തയ്യാറാകില്ല. എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി വെക്കേണ്ടതില്ലെന്നും ചില കാര്യങ്ങൾ അങ്ങനെ തന്നെ വിട്ടുകളയുന്നതിലാണ് യഥാർത്ഥ സമാധാനമിരിക്കുന്നതെന്നും അവർക്ക് നന്നായറിയാം. ഇന്നത്തെ കാലത്ത് 3-1 വീതം അലട്ടുന്ന ഒരു വലിയ മാനസിക പ്രശ്നമാണ് അമിത ചിന്താശീലം. ചിന്തകൾക്ക് എല്ലാവരുടെയും ജീവിതത്തിൽ ഒരു പരിധിയുണ്ട്. എന്നാൽ ആ ചിന്തകൾ നമ്മളെ ഭരിക്കാൻ തുടങ്ങുമ്പോൾ അത് കേവലം ഒരു ചിന്തയല്ല, മറിച്ച് നമുക്കുള്ള വലിയൊരു ശിക്ഷയായി മാറും. ഈ അമിത ചിന്തയുടെ ശീലം നമ്മുടെ ഉള്ളിൽ എത്ര ആഴത്തിലാണ് പതിഞ്ഞിരിക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ എപ്പോഴാണ് ഇതിന് ഇരയാകുന്നതെന്ന് നമുക്ക് തന്നെ തിരിച്ചറിയാൻ കഴിയില്ല. നമ്മുടെ സന്തോഷങ്ങളെ സാവധാനം കാർന്നു തിന്നുന്ന ഒരു നിശബ്ദ വിഷമാണത്. നമ്മുടെ ഇന്നത്തെ ദിവസത്തെ നശിപ്പിക്കുകയും ജീവിതത്തിൽ ഒരിക്കലും സംഭവിക്കാനിടയില്ലാത്ത കാര്യങ്ങളുടെ ഭയം കാട്ടി നമ്മെ തളർത്തുകയും ചെയ്യും. നമ്മൾ എന്തുകൊണ്ടാണ് ഇത്രയധികം ചിന്തിക്കുന്നത്? അതിന്റെ പ്രധാന കാരണം അനിശ്ചിതത്വവും ഉള്ളിലെ ഭയവുമാണ്.
നാളെ എന്ത് സംഭവിക്കും, മുന്നിലിരിക്കുന്ന ആൾ നമ്മളെക്കുറിച്ച് എന്ത് വിചാരിക്കും, അല്ലെങ്കിൽ ഒരു തെറ്റിന്റെ ആഘാതം എന്തായിരിക്കും എന്നൊന്നും നമുക്കറിയില്ല. ഈ സാഹചര്യത്തിൽ മനസ്സ് ഒരേ ചിന്തകളെ വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നു. ഈ ആവർത്തനം ഒരു പരിഹാരവും നൽകുന്നില്ലെന്ന് മാത്രമല്ല, ആശയക്കുഴപ്പവും അസ്വസ്ഥതയും വർദ്ധിപ്പിക്കുകയും ചെയ്യും. മനുഷ്യ മസ്തിഷ്കത്തിന്റെ ഘടന തന്നെ അങ്ങനെയാണ്. അതിനെപ്പോഴും വ്യക്തതയും സുരക്ഷിതത്വവും വേണം. അതൊന്നും ലഭിക്കാതെ വരുമ്പോൾ അത് വീണ്ടും വീണ്ടും ചിന്തിച്ചുകൊണ്ടേയിരിക്കും. പക്ഷേ ഈ ചിന്തകൾ കൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? പ്രശസ്തമായ ഒരു മനഃശാസ്ത്ര ഗവേഷണം പറയുന്നത്, അമിതമായി ചിന്തിക്കുന്ന ആളുകളുടെ തലച്ചോറ് പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുകയല്ല ചെയ്യുന്നത്, പകരം ആ പ്രശ്നങ്ങളെ ആവർത്തിക്കുക മാത്രമാണ് എന്നാണ്. അതായത്, നമ്മൾ പരിഹാരമല്ല തിരയുന്നത്, ഒരേ പ്രശ്നത്തെ പുതിയ രൂപങ്ങളിൽ വീണ്ടും വീണ്ടും കണ്ട് ഭയപ്പെടുകയാണ്. ഇതാണ് നമ്മുടെ മാനസികോർജ്ജത്തെ പൂർണ്ണമായി ചോർത്തിക്കളയുന്നത്. ഈ പ്രക്രിയ ദിവസവും തുടരുമ്പോൾ ഉത്കണ്ഠ, ഉറക്കമില്ലായ്മ, കുറഞ്ഞ ആത്മാഭിമാനം, വിഷാദം തുടങ്ങിയ മാനസിക പ്രയാസങ്ങൾ നമ്മെ തേടിയെത്തുന്നു. അധികം ചിന്തിക്കാത്ത ആളുകൾ ഉത്തരവാദിത്തമില്ലാത്തവരാണോ എന്ന് ചോദിച്ചാൽ ഒരിക്കലുമല്ല. ചിന്തിക്കുന്നതും അമിതമായി ചിന്തിക്കുന്നതും തമ്മിലുള്ള വ്യത്യാസം അവർക്ക് കൃത്യമായി അറിയാം. തങ്ങളുടെ നിയന്ത്രണത്തിലല്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് ഓർത്ത് വിഷമിക്കുന്നത് സ്വയം പീഡിപ്പിക്കുന്നതിന് തുല്യമാണെന്ന് അവർ തിരിച്ചറിയുന്നു. സുഹൃത്തുക്കളെ, നിങ്ങളുടെ മനസ്സ് നിങ്ങളുടെ അടിമയായി മാറിയാൽ നിങ്ങൾക്ക് എന്തെല്ലാം നേടിയെടുക്കാൻ കഴിയുമെന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പോരാട്ടം പുറംലോകത്തോടല്ല, സ്വന്തം മനസ്സിനോടാണെന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? രാവിലെ എഴുന്നേൽക്കാൻ തോന്നുന്നില്ല, പുതിയതൊന്നും പഠിക്കാൻ ആഗ്രഹമില്ല, ചീത്ത ശീലങ്ങൾ ഉപേക്ഷിക്കാൻ മടിയാണ്, പെട്ടെന്ന് ദേഷ്യം വരുന്നു, ശ്രദ്ധ തിരിയുന്നു, ജോലി ചെയ്യാൻ താൽപ്പര്യമില്ല. ഒടുവിൽ ദിവസാവസാനം ഇന്ന് ഞാൻ എന്നോട് തന്നെ തോറ്റുപോയല്ലോ എന്ന വല്ലാത്തൊരു കുറ്റബോധം വരുന്നു. എന്തുകൊണ്ടാണിങ്ങനെ സംഭവിക്കുന്നത്? ഈ വീഡിയോയിലൂടെ ആ കളിയുടെ യഥാർത്ഥ ഉറവിടമായ നമ്മുടെ മനസ്സിലേക്ക് തന്നെയാണ് നമ്മൾ ഇറങ്ങിച്ചെല്ലുന്നത്. ഇത് വെറുതെ കേട്ട് മനസ്സിലാക്കേണ്ട കാര്യമല്ല, മറിച്ച് ഉള്ളിൽ നിന്നും ഉണരേണ്ടതിന്റെയും യാഥാർത്ഥ്യം ദർശിക്കേണ്ടതിന്റെയും ആവശ്യകതയാണ്. കാരണം സ്വന്തം മനസ്സിനെ പാകപ്പെടുത്തിയവൻ ഈ ലോകം മുഴുവൻ ജയിച്ചവനാണ്. മനസ്സാണ് എല്ലാം, നിങ്ങൾ എന്താണോ ചിന്തിക്കുന്നത് അതുതന്നെയായി മാറുമെന്ന് ബുദ്ധൻ നമ്മെ ഓർമ്മിപ്പിച്ചു. ഞാൻ ദുർബലനാണ്, എനിക്കൊന്നും അറിയില്ല, എനിക്ക് ശ്രദ്ധിക്കാൻ കഴിയുന്നില്ല എന്ന് നിങ്ങളുടെ മനസ്സ് നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്നാൽ ആ ചിന്ത പതുക്കെ നിങ്ങളുടെ സത്യമായി മാറും. ഇതാണ് മനസ്സ് ഒളിപ്പിച്ചു വച്ചിരിക്കുന്ന ഏറ്റവും വലിയ ചതിക്കുഴി. മനസ്സ് നിങ്ങളുടെ പഴയ ശീലങ്ങളുടെയും ഓർമ്മകളുടെയും അടിമയായി മാറുകയും ഒടുവിൽ നിങ്ങളെയും അതിന്റെ അടിമയാക്കി മാറ്റുകയും ചെയ്യും. മനസ്സൊരു കുരങ്ങനെപ്പോലെയാണ്, അത് ഓരോ നിമിഷവും ഓരോ കൊമ്പിലേക്ക് ചാടിക്കൊണ്ടിരിക്കും. ചിലപ്പോൾ ഭാവിയിലെ ആശങ്കകളിലേക്ക്, മറ്റു ചിലപ്പോൾ ഭൂതകാലത്തിലെ സങ്കടങ്ങളിലേക്ക്. നിങ്ങളൊരു പ്രധാനപ്പെട്ട കാര്യം ചെയ്യാൻ തുടങ്ങുമ്പോൾ മനസ്സ് പെട്ടെന്ന് പഴയൊരു ദുഃഖമോ തെറ്റോ ഭയമോ ഓർമ്മിപ്പിക്കാറില്ലേ? അതോടെ നിങ്ങളുടെ ശരീരം അവിടെയുണ്ടാകും, പക്ഷെ മനസ്സെവിടെയാണെന്ന് ആർക്കും അറിയില്ല. എന്നാൽ ഇതേ മനസ്സിന് നിങ്ങളെ മഹാനാക്കാനും കഴിയും. നിങ്ങൾ അതിനെ ശരിയായി മനസ്സിലാക്കി ഒരു മികച്ച ദിശ കാണിച്ചു കൊടുത്താൽ മാത്രം മതി. മനസ്സിന് സ്വന്തമായി നന്മയോ തിന്മയോ അറിയില്ല. നിങ്ങൾ എന്ത് കാര്യമാണോ വീണ്ടും വീണ്ടും അതിനോട് പറയുന്നത്, അതിനെ അത് സത്യമായി സ്വീകരിക്കും. എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല, എന്റെ ഭാഗ്യം ശരിയല്ല എന്ന് ദിവസവും പറഞ്ഞാൽ മനസ്സത് തന്നെ ആവർത്തിക്കും. നിങ്ങൾ അതിൽ കൂടുതൽ താഴ്ന്നുപോകും. എന്നാൽ ഇനി ഈ മനസ്സിനെ തിരിച്ചറിയേണ്ട സമയമായിരിക്കുന്നു. അതിന്റെ പെരുമാറ്റവും ചതികളും മനസ്സിലാക്കി അതിനെ നിങ്ങളുടെ നിയന്ത്രണത്തിലാക്കുക. മനഃശാസ്ത്രപ്രകാരം നമ്മുടെ തീരുമാനങ്ങളുടെ 90% എടുക്കുന്നത് നമ്മുടെ ഉപബോധ മനസ്സിലാണ്. അതായത്, നമ്മൾ ചിന്തിക്കുന്നതിന്റെയും അനുഭവിക്കുന്നതിന്റെയും വലിയൊരു പങ്ക് നമ്മൾ അറിയുന്നതേയില്ല, എങ്കിലും അതാണ് നമ്മുടെ ജീവിതത്തിന്റെ ദിശ നിശ്ചയിക്കുന്നത്. മനസ്സിന് ശരിയായ പരിശീലനം നൽകിയില്ലെങ്കിൽ അത് നിങ്ങളുടെ അനുവാദമില്ലാതെ നിങ്ങൾ ഒരിക്കലും ആഗ്രഹിക്കാത്ത ഇരുണ്ട ഇടങ്ങളിലേക്ക് നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകും. നിങ്ങളുടെ മനസ്സ് നിങ്ങളുടെ നിയന്ത്രണത്തിലല്ലെങ്കിൽ ഈ ലോകത്തിലെ ഒരു ലക്ഷ്യത്തിനും ഒരു വിജയത്തിനും നിങ്ങൾക്ക് യഥാർത്ഥ സന്തോഷം നൽകാൻ കഴിയില്ല. കാരണം ആ വിജയങ്ങളെല്ലാം ആസ്വദിക്കാൻ ആദ്യം വേണ്ടത് ശാന്തവും സ്ഥിരതയുമുള്ളൊരു മനസ്സാണ്. ആധുനിക ശാസ്ത്രവും ബുദ്ധന്റെ ചിന്തകളെ പൂർണ്ണമായി ശരിവയ്ക്കുന്നു. നിങ്ങളുടെ ചിന്തകൾ എങ്ങനെയോ നിങ്ങളുടെ ജീവിതവും അങ്ങനെ തന്നെയായിത്തീരും. ഓരോ തവണയും നമ്മുടെ ചിന്തകളിൽ നിഷേധാത്മകത വന്നു നിറയുമ്പോൾ നമ്മൾ അറിയാതെ തന്നെ മനസ്സ് അതിനടിമപ്പെടുകയാണ് ചെയ്യുന്നത്. പതുക്കെ പതുക്കെ ആ ചിന്തകൾ നമ്മുടെ സ്വഭാവത്തെയും വ്യക്തിത്വത്തെയും തന്നെ പൂർണ്ണമായി മാറ്റിമറിക്കും. അതുകൊണ്ട് ഒരൽപ്പം സമയം മാറ്റിവെച്ച് സ്വയം ഒന്ന് ചിന്തിച്ചു നോക്കൂ. നിങ്ങൾ ശരിക്കും നിങ്ങളുടെ മനസ്സിനെ നിയന്ത്രിക്കുന്ന യജമാനനാണോ, അതോ മനസ്സ് പറയുന്നതുപോലെ തുള്ളുന്ന വെറുമൊരു പാവയാണോ നിങ്ങൾ? ഈ സുപ്രധാനമായ ചോദ്യത്തിൽ നിന്നാണ് നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ ആരംഭിക്കുന്നത്. കാരണം ഈ ചോദ്യത്തിനുള്ള ഉത്തരം നിങ്ങൾ സ്വയം കണ്ടെത്താത്തിടത്തോളം കാലം പുറത്തുനിന്ന് ലഭിക്കുന്ന യാതൊരുവിധ അറിവോ പ്രചോദനങ്ങളോ തന്ത്രങ്ങളോ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റവും വരുത്താൻ പോകുന്നില്ല. ഒരു സാധാരണക്കാരന് എങ്ങനെ തന്റെ മനസ്സിന്റെ യഥാർത്ഥ ശക്തിയെ ഉണർത്താമെന്നും മനസ്സിനെ കീഴടക്കുക എന്നാൽ എന്താണെന്നുമുള്ള ആ വലിയ രഹസ്യമാണ് നമ്മൾ ഇന്ന് പങ്കുവയ്ക്കുന്നത്. ഓർക്കുക, മനസ്സിനെ നിയന്ത്രിക്കുക എന്നത് ഒറ്റ ദിവസം കൊണ്ട് നടക്കുന്ന കാര്യമല്ല. അതൊരു നിരന്തരമായ പരിശീലനമാണ്, ഒരു നീണ്ട യാത്രയാണ്. ദിവസേന നമ്മൾ സ്വയം പോരാടേണ്ട ഒരു വലിയ യുദ്ധമാണത്. എന്നാൽ ഈ യുദ്ധത്തിന്റെ തത്വമെന്താണെന്ന് കൃത്യമായി മനസ്സിലാക്കിയാൽ വിജയം നിങ്ങൾക്കുറപ്പാണ്.
നമ്മുടെ യഥാർത്ഥ യാത്ര ആരംഭിക്കുന്ന ആ സുപ്രധാന ഘട്ടത്തിലേക്ക് നമ്മളിപ്പോൾ എത്തിക്കഴിഞ്ഞു. നിങ്ങളുടെ ചിന്തകളെ മാറ്റിമറിക്കുക മാത്രമല്ല, ജീവിതത്തിന്റെ ദിശയെത്തന്നെ തിരിച്ചുവിടാൻ കെൽപ്പുള്ള, മനസ്സിനെ നിയന്ത്രിക്കാനുള്ള 5 അതിശക്തമായ വഴികളാണ് നമ്മളിനി മനസ്സിലാക്കാൻ പോകുന്നത്. അതുകൊണ്ട് ഈ വീഡിയോ പൂർണ്ണമായും കണ്ടു തീർക്കുക. കാരണം ഇത് വെറുമൊരു വിവരമല്ല, നിങ്ങളുടെ ഉള്ളിലെ ബോധത്തെ ഉണർത്താനുള്ള ഒരു ശ്രമമാണ്. മനസ്സിനെ നിയന്ത്രിക്കാനുള്ള ആദ്യത്തെ വഴി സകാരാത്മക ആത്മവാർത്ത അഥവാ പോസിറ്റീവ് സെൽഫ് ടോക്കാണ്. എന്നെക്കൊണ്ടിതിന് കഴിയില്ല, എനിക്കെപ്പോഴും തെറ്റുകൾ മാത്രമേ സംഭവിക്കാറുള്ളൂ, ഇതൊന്നും എന്റെ കൈകളിൽ ഒതുങ്ങുന്ന കാര്യമല്ല എന്നൊക്കെ നിങ്ങൾ എപ്പോഴെങ്കിലും നിങ്ങളോട് തന്നെ പറയാറുണ്ടോ? ഉണ്ടെങ്കിൽ ഇന്ന് ഈ വീഡിയോ മുഴുവനായി കാണുന്നത് നിങ്ങളുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിച്ചേക്കാം. കാരണം ഈ ലോകത്തിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നത് മറ്റാരോടുമല്ല, നിങ്ങളോട് തന്നെയാണ്. ആ സംഭാഷണങ്ങളാണ് നിങ്ങളുടെ ഭാവിയെ നിർണയിക്കുന്നതും. നമ്മൾ എന്ത് ചിന്തിക്കുന്നുവോ അതുതന്നെയായി നമ്മൾ മാറുന്നു. ഇതൊരു വെറും മോട്ടിവേഷണൽ ഡയലോഗ് മാത്രമല്ല, ആധുനിക ശാസ്ത്രവും ആത്മീയജ്ഞാനവും ഒരേപോലെ സമ്മതിക്കുന്ന ഒരു സത്യമാണ്. അതുകൊണ്ട് മനസ്സിനെ വരുതിയിലാക്കാനുള്ള ആദ്യത്തെ വഴി നിങ്ങളോട് തന്നെ എപ്പോഴും പോസിറ്റീവായി സംസാരിക്കുക എന്നതാണ്. ഇതൊരു ചെറിയ ശീലമല്ല, നിങ്ങളുടെ ആത്മാവോടുള്ള നേരിട്ടുള്ള സംവാദമാണ്. ഞാൻ ദുർബലനാണ്, എന്തുകൊണ്ടാണ് എനിക്ക് മാത്രം എപ്പോഴും ഇങ്ങനെ സംഭവിക്കുന്നത്, എനിക്കൊന്നും അറിയില്ല എന്നൊക്കെ ദിവസവും സ്വയം കുറ്റപ്പെടുത്തുമ്പോൾ നിങ്ങളുടെ അബോധമനസ്സ് ആ വാക്കുകളെ അക്ഷരം പ്രതി വിശ്വസിക്കാൻ തുടങ്ങും. പിന്നീട് ആ ചിന്തകൾ നിങ്ങളുടെ ശീലമായും സ്വഭാവമായും മാറുകയും നിങ്ങളുടെ ഭാവിയെത്തന്നെ ഇരുട്ടിലാക്കുകയും ചെയ്യും. നമ്മൾ വീണ്ടും വീണ്ടും ആവർത്തിച്ചു പറയുന്ന കാര്യങ്ങൾ അബോധമനസ്സ് കൃത്യമായി രേഖപ്പെടുത്തി വയ്ക്കുമെന്നാണ് മനഃശാസ്ത്രം പറയുന്നത്. അതുകൊണ്ട് ഞാൻ പരാജയപ്പെടും എന്ന് സ്വയം പറയുമ്പോൾ നിങ്ങളുടെ ചിന്തകളും പരാജയത്തിന്റേതായി മാറും. എന്നാൽ എനിക്ക് സാധിക്കും, എനിക്ക് പുതിയ കാര്യങ്ങൾ പഠിക്കാൻ കഴിയും, എനിക്ക് എന്നിൽ വിശ്വാസമുണ്ട് എന്ന് ദിവസവും ഉറപ്പിച്ചു പറഞ്ഞാൽ നിങ്ങളുടെ തലച്ചോറ് വിജയത്തിന്റെ ദിശയിൽ മാത്രം ചിന്തിക്കാനും പ്രവർത്തിക്കാനും തുടങ്ങും. ഈ പോസിറ്റീവ് സെൽഫ് ടോക്ക് നിങ്ങളുടെ ആത്മവിശ്വാസത്തെ മാത്രമല്ല കൂട്ടുന്നത്, അത് നിങ്ങളുടെ ശരീരത്തിലെ ഊർജ്ജത്തെയും നിങ്ങളുടെ തീരുമാനങ്ങളെയും നിങ്ങൾ ലോകത്തെ നോക്കിക്കാണുന്ന കാഴ്ചപ്പാടിനെപ്പോലും സ്വാധീനിക്കും. മനസ്സാണെല്ലാം, നിങ്ങൾ എന്ത് ചിന്തിക്കുന്നുവോ അതുതന്നെയായി മാറും എന്ന ഗൗതമബുദ്ധന്റെ വാക്കുകൾ ഇന്നത്തെ ശാസ്ത്രവുമായി പൂർണ്ണമായും യോജിക്കുന്നതാണ്. നമ്മൾ പോസിറ്റീവായി സംസാരിക്കുമ്പോൾ നമ്മുടെ തലച്ചോറിലെ ന്യൂറോണുകൾ പുതിയ പാതകൾ നിർമ്മിക്കാൻ നിർബന്ധിതരാകും. അതായത് നല്ല ചിന്തകൾ ആവർത്തിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സ് പുതിയ സാധ്യതകളിലേക്ക് തുറക്കപ്പെടും. പക്ഷേ എങ്ങനെയാണ് ഈ പോസിറ്റീവ് സെൽഫ് ടോക്ക് പ്രാവർത്തികമാക്കേണ്ടത്? ഒന്നാമതായി, എല്ലാ ദിവസവും രാവിലെ ഉണരുമ്പോൾ തന്നെ നിങ്ങളോട് പറയുക, ഞാൻ ഇന്ന് ഇന്നലത്തേക്കാൾ മികച്ചവനാണ്, ഓരോ ദിവസവും ഞാൻ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ഈ ചെറിയ വാക്യങ്ങൾ നിങ്ങളുടെ ആ ദിവസത്തിന്റെ ദിശ തന്നെ നിശ്ചയിക്കും. രണ്ടാമതായി, ഏതെങ്കിലും ഒരു കാര്യം കഠിനമായി തോന്നുമ്പോൾ ഇത് എന്നെക്കൊണ്ട് പറ്റില്ല എന്ന് പറയുന്നതിനു പകരം ഇതൊരു വെല്ലുവിളിയാണ്, പുതിയൊരു കാര്യം പഠിക്കാനുള്ള അവസരമായി ഞാൻ ഇതിനെ കാണുന്നു എന്ന് ചിന്തിക്കുക. ഈയൊരു മാറ്റം നിങ്ങളുടെ ഉള്ളിലെ ഭയത്തെ ഇല്ലാതാക്കും. മൂന്നാമതായി, ചെയ്ത തെറ്റുകളെ ഓർത്ത് സ്വയം വെറുക്കുമ്പോൾ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനാണ്, എന്റെ തെറ്റുകളല്ല എന്റെ അടയാളം എന്ന് സ്വയം പറയുക. ഈ സ്വയംവിശ്വാസം നിങ്ങളുടെ മനസ്സിന്റെ ഭാരം കുറയ്ക്കും. സ്വയം വിശ്വസിക്കാൻ പഠിക്കുന്നതുവരെ ഈ ലോകത്ത് ഒരു വിജയവും നിങ്ങളെ തേടിയേ വരില്ല. ആ വിശ്വാസമുണ്ടാകുന്നത് നിങ്ങളോട് തന്നെ പോസിറ്റീവായി സംസാരിച്ചു തുടങ്ങുമ്പോഴാണ്. എന്നാൽ ഇവിടെ ഒരു കാര്യം പ്രത്യേകം മനസ്സിലാക്കണം. പോസിറ്റീവ് സെൽഫ് ടോക്ക് എന്നാൽ എല്ലാ സാഹചര്യങ്ങളിലും നിങ്ങളോട് തന്നെ കള്ളം പറയുക എന്നല്ല അർത്ഥം. മറിച്ച് നിങ്ങളുടെ ഉള്ളിലെ യാഥാർത്ഥ്യത്തെ മനസ്സിലാക്കി അതിനെ കൂടുതൽ മികച്ചൊരു ദിശയിലേക്ക് നയിക്കുക എന്നതാണ്. നിങ്ങൾക്കെന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ അതെ, ഇതെന്നിലെ ഒരു കുറവാണ്, പക്ഷേ എനിക്കിതൊന്ന് മാറ്റിയെടുക്കാൻ കഴിയുമെന്ന് സ്വയം പറയുക. ഈ ചിന്ത നിങ്ങളെ ഓരോ ദിവസവും പുതിയൊരു തലത്തിലേക്ക് ഉയർത്തും. ഈ ശീലം വളർത്തിയെടുക്കാൻ നിങ്ങൾക്ക് ഒരു ചെറിയ പരിശീലനം ചെയ്യാം. ദിവസവും രാത്രി ഉറങ്ങുന്നതിന് മുൻപ് നിങ്ങളെക്കുറിച്ച് തന്നെ 3 പോസിറ്റീവ് കാര്യങ്ങൾ ഉറപ്പിച്ചു പറയുക. ഉദാഹരണത്തിന്, ഇന്ന് ഞാൻ എനിക്കായി കുറച്ചു സമയം മാറ്റിവെച്ചു, ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്, ഞാൻ എന്നെ തന്നെ സ്നേഹിക്കുന്നു. കേൾക്കുമ്പോൾ വളരെ ചെറുതെന്ന് തോന്നാമെങ്കിലും നിങ്ങളുടെ ഉള്ളിലെ വലിയ യുദ്ധങ്ങൾ ജയിക്കാൻ ഈ ചെറിയ വാക്കുകൾ സഹായിക്കും. നമ്മുടെ സന്തോഷം നിലകൊള്ളുന്നത് നമ്മുടെ ചിന്തകളിലാണെന്നാണ് ബുദ്ധൻ പഠിപ്പിച്ചത്. അങ്ങനെയെങ്കിൽ നിങ്ങളെക്കുറിച്ച് തന്നെ നിങ്ങൾ മോശമായി ചിന്തിച്ചാൽ ജീവിതത്തിലെ എല്ലാ കോണുകളിലും ദുഃഖം മാത്രമേ ഉണ്ടാവുകയുള്ളൂ. എന്നാൽ ഉള്ളിൽ പോസിറ്റീവ് ഊർജ്ജം നിറച്ചാൽ എത്ര വലിയ പ്രതിസന്ധികളും വളരെ ലളിതമായി തോന്നും. ഓർക്കുക, ഇത് മനസ്സിനെ നിയന്ത്രിക്കാനുള്ള ആദ്യത്തെ വഴി മാത്രമാണ്. ഈ യാത്ര ഇനിയും മുന്നോട്ടു പോകുമ്പോൾ കൂടുതൽ ആഴങ്ങളിലേക്ക് നമ്മൾ കടക്കും. ഇനി നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് മനസ്സിന് സ്ഥിരതയും ആത്മീയ കരുത്തും പകർന്നു നൽകുന്ന രണ്ടാമത്തെ വഴിയെക്കുറിച്ചാണ്. രണ്ടാമത്തെ വഴി ലക്ഷ്യനിർണയം അഥവാ ഗോൾ സെറ്റിംഗ് ആണ്. നമ്മുടെ മനസ്സ് എന്തുകൊണ്ടാണ് ഇങ്ങനെ എപ്പോഴും അലഞ്ഞുതിരിയുന്നതെന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? എന്തുകൊണ്ടാണ് നമ്മളൊരു കാര്യം ആവേശത്തോടെ തുടങ്ങി പകുതി വഴിയിൽ ഉപേക്ഷിക്കുന്നത്? ചിലപ്പോഴൊക്കെ മനസ്സ് ഭൂതകാലത്തിലെ ഓർമ്മകളിൽ കുടുങ്ങിക്കിടക്കും, മറ്റു ചിലപ്പോൾ ഭാവിയെക്കുറിച്ചുള്ള ആശങ്കകളിൽ ഉരുകും. ഇതിനു പിന്നിൽ ഒരൊറ്റ കാരണമേയുള്ളൂ: വ്യക്തതയില്ലായ്മ. എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് കൃത്യമായി അറിയുമ്പോൾ മാത്രമാണ് മനസ്സിന് ഒരു ദിശ ലഭിക്കുന്നത്. ലക്ഷ്യമില്ലാത്ത മനസ്സ് ഒരു വലിയ മൈതാനത്ത് ലക്ഷ്യമില്ലാതെ പാഞ്ഞു നടക്കുന്ന ഒരു കുതിരയെപ്പോലെയാണ്. അതുകൊണ്ട് മനസ്സിനെ നിയന്ത്രിക്കാനുള്ള രണ്ടാമത്തെ അതിശക്തമായ മാർഗം
വ്യക്തവും യാഥാർത്ഥ്യബോധമുള്ളതുമായ ലക്ഷ്യങ്ങൾ നിശ്ചയിക്കുക എന്നതാണ്. ജീവിതത്തിൽ കൃത്യമായൊരു ലക്ഷ്യമുള്ളവന്റെ മനസ്സ് തനിയെ അച്ചടക്കമുള്ളതായി മാറും. ഒരാൾ അമ്പെയ്യാൻ ഒരുങ്ങുമ്പോൾ ആദ്യം ലക്ഷ്യം എവിടെയാണെന്ന് അയാൾക്ക് കൃത്യമായി അറിവുണ്ടായിരിക്കണം. അതുപോലെ ജീവിതത്തെ ശരിയായ വഴിക്ക് നയിക്കാൻ മനുഷ്യൻ ആദ്യം തന്റെ ലക്ഷ്യമെന്താണെന്ന് തിരിച്ചറിയണമെന്ന് ഗൗതമബുദ്ധൻ പറഞ്ഞിട്ടുണ്ട്. ഇത് ബുദ്ധദർശനങ്ങളിൽ മാത്രമല്ല, ആധുനിക മനഃശാസ്ത്രത്തിലും കൃത്യമായി പറയുന്നുണ്ട്. നിങ്ങൾ വ്യക്തമായൊരു ലക്ഷ്യം മുന്നിൽ കാണുമ്പോൾ നിങ്ങളുടെ തലച്ചോറിന് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ഒരു ബിന്ദു ലഭിക്കുമെന്നാണ് സൈക്കോളജിസ്റ്റുകൾ പറയുന്നത്. ഈ കേന്ദ്രബിന്ദു തലച്ചോറിനെ ഒരേ ദിശയിൽ ചിന്തിക്കാനും പദ്ധതികൾ തയ്യാറാക്കാനും കഠിനാധ്വാനം ചെയ്യാനും പ്രേരിപ്പിക്കും. നമ്മൾ GPS-ൽ ലൊക്കേഷൻ സെറ്റ് ചെയ്യാതെ യാത്ര ചെയ്താൽ വഴി കാണിച്ചു തരാത്തതുപോലെ കൃത്യമായൊരു ലക്ഷ്യമില്ലെങ്കിൽ മനസ്സ് നിങ്ങളെ എങ്ങും എത്തിക്കില്ല, അല്ലെങ്കിൽ നിങ്ങൾ ഒരിക്കലും ആഗ്രഹിക്കാത്ത മറ്റേതെങ്കിലും ഒരിടത്ത് നിങ്ങളെ എത്തിക്കും. ഇവിടെയാണ് റെറ്റിക്കുലാർ ആക്ടിവേറ്റിംഗ് സിസ്റ്റം എന്ന ശാസ്ത്രീയ വശം നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മുടെ ലക്ഷ്യവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ നമ്മെ സഹായിക്കുന്ന തലച്ചോറിലെ ഒരു പ്രത്യേക സംവിധാനമാണിത്. ഉദാഹരണത്തിന്, എനിക്കൊരു എഴുത്തുകാരനാകണം എന്ന് നിങ്ങൾ ആത്മാർത്ഥമായി ആഗ്രഹിച്ചാൽ പെട്ടെന്ന് നിങ്ങളുടെ ചുറ്റുമുള്ള പുസ്തകങ്ങളും എഴുത്തുമായി ബന്ധപ്പെട്ട വിവരങ്ങളും അവസരങ്ങളും നിങ്ങളുടെ കണ്ണിൽപ്പെടാൻ തുടങ്ങും. ഇതൊരു മാജിക്കല്ല, നിങ്ങളുടെ ലക്ഷ്യവും തലച്ചോറും തമ്മിലുള്ള പരസ്പര കെട്ടുറപ്പാണ്. ഇനി ചിന്തിക്കേണ്ടത് ലക്ഷ്യങ്ങൾ എങ്ങനെയുള്ളതായിരിക്കണം എന്നാണ്. പലപ്പോഴും ആളുകൾ വളരെ വലിയ ലക്ഷ്യങ്ങൾ മനസ്സിൽ വിചാരിക്കാറുണ്ട്. എന്നാൽ അവയ്ക്ക് കൃത്യമായ പ്ലാനിംഗോ വ്യക്തതയോ ഇല്ലെങ്കിൽ തലച്ചോറിന് അത് മനസ്സിലാക്കാൻ കഴിയുകയില്ല. അതുകൊണ്ട് ആദ്യത്തെ പടി ലക്ഷ്യങ്ങളെ വ്യക്തവും പ്രായോഗികവുമാക്കുക എന്നതാണ്. എനിക്ക് വലിയൊരു വിജയിയാകണം എന്ന് പറയുന്നത് വളരെ അവ്യക്തമായൊരു കാര്യമാണ്. എന്നാൽ അതിനുപകരം അടുത്ത 6 മാസത്തിനുള്ളിൽ എനിക്കൊരു പുസ്തകം എഴുതണമെന്നോ 1 വർഷത്തിനുള്ളിൽ എനിക്കൊരു ചെറിയ ബിസിനസ് തുടങ്ങണമെന്നോ പറയുമ്പോൾ തലച്ചോറിന് ആ ലക്ഷ്യത്തെ കൃത്യമായി തിരിച്ചറിയാൻ സാധിക്കും. ലക്ഷ്യങ്ങൾ മനസ്സിന് ദിശാബോധം നൽകുക മാത്രമല്ല, ഒരു വൈകാരിക ഊർജ്ജം കൂടി സമ്മാനിക്കുന്നുണ്ട്. നമ്മളൊരു ലക്ഷ്യം നിശ്ചയിക്കുകയും അത് നേടിയെടുക്കുന്നതായി സങ്കൽപ്പിക്കുകയും ചെയ്യുമ്പോൾ തലച്ചോറിൽ ഡോപാമിൻ എന്ന രാസവസ്തു ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. ഈ ഹോർമോൺ നമുക്ക് സന്തോഷവും പ്രചോദനവും പോസിറ്റീവ് ഊർജ്ജവും നൽകും. അതായത് ലക്ഷ്യങ്ങൾ മനസ്സിനെ വെറുതെ തളച്ചിടുകയല്ല ചെയ്യുന്നത്, മറിച്ച് ശരിയായ വഴിയിലൂടെ മുന്നേറാനുള്ള വലിയൊരു പ്രേരണ നൽകുകയാണ്. ഇപ്പോൾ നിങ്ങളുടെ മനസ്സിൽ മറ്റൊരു ചോദ്യം ഉയർന്നേക്കാം, വെറുമൊരു ലക്ഷ്യം മാത്രമുണ്ടായാൽ മതിയോ എന്ന്. അതിന്റെ ഉത്തരം പോരാ എന്നാണ്. വലിയ വലിയ സ്വപ്നങ്ങൾ കാണാൻ എളുപ്പമാണ്, എന്നാൽ ലക്ഷ്യത്തിന്റെ വലിപ്പം മാത്രം നോക്കി നിൽക്കുമ്പോൾ പലപ്പോഴും പകുതി വഴിയിൽ വെച്ച് നമ്മുടെ മനസ്സ് മടുത്തുപോകാറുണ്ട്. അതുകൊണ്ടാണ് വലിയ ലക്ഷ്യങ്ങളെ ദീർഘകാലം, മധ്യകാലം, ഹ്രസ്വകാലം എന്നിങ്ങനെ ചെറുതായി വിഭജിച്ചെടുക്കണം എന്ന് പറയുന്നത്. ആ യാത്രയ്ക്കിടയിൽ നമ്മൾ കൈവരിക്കുന്ന ഓരോ ചെറിയ വിജയങ്ങളും മുന്നോട്ട് കുതിക്കാനുള്ള പുതിയൊരു ഊർജ്ജം തനിയെ നൽകും. നമ്മളൊരു കാര്യം ആത്മാർത്ഥമായി ആഗ്രഹിച്ചാൽ ശ്രദ്ധ തിരിക്കുന്ന മറ്റു കാര്യങ്ങളെ മനസ്സ് സ്വയം തന്നെ നിരസിക്കാൻ തുടങ്ങും. അമിതമായ ചിന്തകളും ആകുലതകളും നിറഞ്ഞ ഇന്നത്തെ കാലഘട്ടത്തിൽ മനസ്സിനെ സ്വയം അച്ചടക്കത്തിലേക്ക് നയിക്കാനുള്ള ഒരേയൊരു പ്രതിവിധി ഒരു കൃത്യമായ ലക്ഷ്യമുണ്ടാവുക എന്നതുമാത്രമാണ്. വ്യക്തവും ശക്തവുമായ ഒരു ലക്ഷ്യം കാന്തം പോലെ നിങ്ങളുടെ മനസ്സിനെ ആകർഷിക്കും. മനസ്സ് വളരെ ചഞ്ചലമാണ്, എന്നാൽ അതിനെ ശരിയായ രീതിയിൽ മെരുക്കിയെടുത്താൽ നിങ്ങളുടെ ഏറ്റവും വലിയ ശത്രുവിനെപ്പോലും മിത്രമാക്കാൻ സാധിക്കുമെന്ന് ഗൗതമബുദ്ധൻ പറഞ്ഞിട്ടുണ്ട്. ഇതിനുള്ള ഒന്നാമത്തെ പടി സ്വയം സംസാരിക്കുക എന്നതും രണ്ടാമത്തേത് കൃത്യമായ ലക്ഷ്യം നിശ്ചയിക്കുക എന്നതുമാണ്. നമ്മുടെ പക്കൽ സമയത്തെക്കുറിച്ച് കൃത്യമായൊരു പദ്ധതിയില്ലാത്തപ്പോഴാണ് മനസ്സ് ഏറ്റവും കൂടുതൽ അസ്വസ്ഥമാകുന്നത്. ഇവിടെ പ്രശ്നം സമയത്തിന്റെ കുറവല്ല, മറിച്ച് സമയത്തെ ശരിയായി കൈകാര്യം ചെയ്യാൻ അറിയാത്തതാണ്. ഇതിനെ മറികടക്കാനും മനസ്സിനെ ശാന്തമാക്കാനുമുള്ള ഏറ്റവും ശക്തമായ വഴി കൃത്യമായ ശാരീരിക വ്യായാമമാണ്. ശരീരവും മനസ്സും തമ്മിൽ ആഴത്തിലുള്ള ബന്ധമുണ്ട്. നമ്മൾ വ്യായാമം ചെയ്യുമ്പോൾ നമ്മുടെ തലച്ചോറ് സന്തോഷം നൽകുന്ന ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കുന്നു. ഇത് മാനസിക സമ്മർദ്ദം കുറയ്ക്കുകയും മനസ്സിന് സ്ഥിരത നൽകുകയും ചെയ്യും. ശരീരമാദ്യം ഖലു ധർമ്മസാധനം എന്ന് വേദങ്ങളിൽ പറയുന്നതുപോലെ ശരീരം ആരോഗ്യത്തോടെ ഇരുന്നാൽ മാത്രമേ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ സാധിക്കൂ. ജീവിതത്തിൽ എപ്പോഴും സമതുലിതമായൊരു മധ്യമാർഗം സ്വീകരിക്കാനാണ് ബുദ്ധനും പഠിപ്പിച്ചത്. വ്യായാമം ചെയ്യുമ്പോൾ നിങ്ങൾ വർത്തമാനകാലത്തിൽ ജീവിക്കാൻ തുടങ്ങുന്നു. ഇതാണ് ധ്യാനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട തത്വം. അത് ജിമ്മിൽ പോകുന്നതോ യോഗ ചെയ്യുന്നതോ പ്രഭാത സവാരിയോ എന്തുമാകാം, ചെയ്യുന്ന കാര്യത്തിലെ ആത്മാർത്ഥതയാണ് പ്രധാനം. മനസ്സിനെ നിയന്ത്രിക്കുക എന്നത് ഒരു ദിവസം കൊണ്ട് നടക്കുന്ന കാര്യമല്ല, അതൊരു വലിയ യാത്രയാണ്. ഇന്നു മുതൽ തന്നെ ചെറിയ രീതിയിൽ ധ്യാനിക്കാനും ചിന്തകളെ നിരീക്ഷിക്കാനും നിങ്ങളിലേക്ക് തന്നെ മടങ്ങിവരാനും ശ്രമിക്കൂ. മനസ്സിന്മേൽ നേടുന്ന വിജയമാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ വിജയം. ഈ വാക്കുകൾ നിങ്ങളുടെ മനസ്സിനെ സ്പർശിച്ചിട്ടുണ്ടെങ്കിൽ ദയവായി ഈ ദൃശ്യം ഇഷ്ടപ്പെടുകയും സുഹൃത്തുക്കൾക്കായി പങ്കുവയ്ക്കുകയും ചെയ്യുക. ഒപ്പം ഞങ്ങളുടെ ഈ ചാനൽ പിന്തുടരുവാനും മറക്കരുത്.